ശില്പ വ്ളോഗുകൾ നമ്മളെല്ലാവരും കാണാറുണ്ട്. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വ്ളോഗുകൾ ഉണ്ട്. ട്രാവൽ വ്ളോഗ്, ഫുഡ് വ്ളോഗ്, ഫാമിലി വ്ളോഗ്, ഫാമിലി ആയിട്ട് ചെയ്യുന്ന വ്ളോഗുകളൊക്കെ. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് എല്ലായിടത്തും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഭയങ്കര ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്ളോഗാണ് ഫാമിലി വ്ളോഗ് എന്ന് പറയുന്നത്. അത് ഒരു പെർട്ടിക്കുലർ യൂട്യൂബ് ചാനലിൽ ഉണ്ടായ പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു അതിന് റീസൺ ആയിട്ട് വന്നത്. ശില്പം ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ, ഫാമിലി വ്ളോഗുകളൊക്കെ? ഫാമിലി വ്ളോഗുകൾ കാണാൻ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഓഡിയൻസിന് കുറച്ചും കൂടി ഇഷ്ടമാണ്. കാരണം പണ്ട് മുതലേ അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാനുള്ള ഒരു ജിജ്ഞാസ നമുക്ക് എല്ലാവർക്കും, മലയാളികൾക്ക് പ്രത്യേകിച്ച് കൂടുതലാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫാമിലി വ്ളോഗിങ് ചെയ്യുന്നവരുടെ വീഡിയോകൾക്കുള്ള വ്യൂസും പൊതുവെ കൂടുതലായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. ഇപ്പോ അനുപമ ഈ പറഞ്ഞ ഇഷ്യൂ എനിക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് എന്താ പറയാ, ചെറിയൊരു ഇഷ്യൂവിന്റെ പേരിൽ അതൊരു വലിയ കലഹമാവുകയും അതൊരു എന്താ പറയാ, ഒരു വീട്ടിന്റെ ഉള്ളിൽ തീരേണ്ട ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രശ്നത്തെ എന്താ പറയാ, സമൂഹ മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ വാർത്തകളാകുന്ന രീതിയിലേക്ക് അത് മാറി മറിയുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു പേഴ്സണൽ സ്പേസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നൊരു ഇൻസിഡന്റ് ആയിട്ടാണ് എനിക്ക് തന്നെ തോന്നുന്നത്. കാരണം മേ ബി ഇത്ര എന്താ പറയുക, ഇവർ വ്ളോഗ് ചെയ്യുന്നവരാണ്, ഇവരുടെ വ്ളോഗ് മൊത്തം ഹാപ്പി വ്ളോഗ്സ് ആണ്. ഇപ്പോഴാണ് അത് സാഡ് വ്ളോഗ്സ് ആയി മാറിയത്. അപ്പോൾ ഒരു വ്ളോഗ് ചെയ്യുന്ന നമുക്കറിയാം, ഒരു നമ്മുടെ എന്താ പറയാ, നമ്മുടെ പ്രൈവസി ഇല്ല എന്ന് വെച്ചിട്ട് മാത്രമേ നമുക്ക് ഈ ഫാമിലി വ്ളോഗിങ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ സാധിക്കുള്ളൂ. ഒരു പ്രൈവസി പിന്നെ നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ ആ പ്രൈവസി ഇല്ലാത്തത് കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ് എനിക്ക് തോന്നുന്നു ഈ കുടുംബത്തിൽ നടന്നത്. കാരണം മേ ബി ഒരു ചേട്ടനും അനിയനും തമ്മിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു ചായ കുടിച്ച് തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലെങ്കിൽ അത് വർത്താനം, നമ്മുടെ സ്വന്തം രക്തബന്ധമാണ്, അല്ലെങ്കിൽ അച്ഛൻ അമ്മ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അത്രയും ക്ലോസ് ആയി നിൽക്കുന്നവരാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു പറയാൻ ഇവര് റെഡി ആവുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം നമ്മളെല്ലാവരും പേഴ്സണലായി വെക്കണം എന്ന് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഫാമിലി വ്ളോഗിങ് ഒരു ഘട്ടം വരെ ഞാൻ കണ്ടിരുന്നു. പക്ഷെ പിന്നീട് എനിക്കത് എന്താ പറയാ, ഈ സീരിയലുകളെക്കാൾ കുറച്ചുകൂടി ടോക്സിക് ആയി തുടങ്ങി ഈ ഫാമിലി വ്ളോഗ്സ് എന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ ഈ വ്ളോഗിങ്ങിനോട് എനിക്കൊരു വിരക്തി വന്നത്. അപ്പോൾ വ്ളോഗിങ് നല്ലതല്ല എന്നല്ല പറഞ്ഞു വെക്കുന്നത്, പക്ഷേ എന്താ പറയാ, അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം. കാരണം ഈ ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഒരൊറ്റ ആളുടെ വ്ളോഗല്ല, പേഴ്സണൽ വ്ളോഗല്ല. അതിലുണ്ടാവുന്ന ഒരു 3-4 ആൾക്കാരുണ്ട്. അവർക്ക് അവരുടേതായ വ്യക്തിപരമായ ജീവിതമുണ്ട്, അല്ലെങ്കിൽ അവരുടേതായ വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ട്, അവരുടേതായ പേഴ്സണൽ സ്പേസുകളുണ്ട്. ഇതിനെ എല്ലാവരും ഒരുപോലെ ത്യജിക്കാൻ തയ്യാറാവണം. ഇപ്പൊ ഞാനും അനുപമയും കൂടി ഒരു വ്ളോഗ് തുടങ്ങാന്നിരിക്കട്ടെ. എന്റെ മാത്രം കാര്യങ്ങൾ ഞാൻ അവിടെ നോക്കിയാൽ പോരാ. അനുപമയുടെ കംഫർട്ടബിലിറ്റി ഞാൻ അവിടെ നോക്കണം, അനുപമയുടെ മൂഡ് ഞാൻ അവിടെ നോക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ അനുപമ തയ്യാറാണോ എന്നുള്ളത്. നമ്മളിപ്പോ ഈ ചർച്ചയ്ക്കിടയിൽ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസുകൾ പറയാറുണ്ട്. ആ സമയത്ത് ഞാൻ അനുപമയുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ഇൻസിഡന്റ് ഞാൻ പറയുമ്പോൾ ഞാൻ ചിന്തിക്കണം, അനുപമയ്ക്ക് അത് ഓക്കെ ആയിരിക്കുമോ, അല്ലെങ്കിൽ അനുപമയുടെ കൺസെന്റ് എനിക്ക് വേണം. പക്ഷെ ഈ വ്ളോഗ് എന്ന് പറയുമ്പോൾ കൂടുതലും എന്താ പറയാ, ഒരു ഫ്ലോയില് പോകുന്ന സംഭവങ്ങളാണ്. ആ സമയത്ത് ഇത് ചിന്തിച്ചിട്ടല്ല നമ്മൾ വർത്താനം പറയുന്നത്. അപ്പോ അത്തരത്തിലുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആണ് ഈ ഫാമിലി വ്ളോഗിങ് കാരണം ഇപ്പൊ കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, ഈ ഫാമിലി വ്ളോഗുകൾ, ഞാൻ ഇനി എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയാം. ഫാമിലി വ്ളോഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഇപ്പൊ നമ്മളുടെ രണ്ടുപേരുടെയും കാര്യം എടുത്താൽ തന്നെ നമ്മുടെ വെരി പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ വൾണറബിലിറ്റീസും അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള ഫേസസും വരുന്ന ഒരു സ്പേസ് ആണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ അതിനെ പുറത്തേക്ക് ഒരു ഓഡിയൻസിന്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഓഡിയൻസിലേക്ക് നമ്മൾ നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തുറന്നു കാണിക്കുക, ഈവൺ ഇറ്റ് ഇസ് സങ്കടം ഓർ സന്തോഷം, അതിന് കുറച്ച് ഗട്ട്സ് ഒന്നും പോരാ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ചിന്തിച്ചു നോക്കൂ, നമ്മുടെ സന്തോഷങ്ങൾ നമ്മുടെ കുടുംബത്തിനകത്ത് തീരുക, നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ കുടുംബത്തിനകത്ത് തീരുക എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്ത് ഉണ്ടാവുന്ന ചില കോറൽസ് അതൊന്നും ആളുകളെ അറിയിക്കേണ്ട കാര്യമില്ല. അത് ഡീൽ ചെയ്യേണ്ടതും അല്ലെങ്കിൽ അത് വന്നാലും ഒക്കെ നമ്മൾ അറിഞ്ഞാൽ മതി, ഞങ്ങൾ 4 പേര് അറിഞ്ഞാൽ മതി എന്നുള്ള ഒരു പക്ഷക്കാരിയാണ് ഞാൻ. പക്ഷെ അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പുറത്തേക്ക് എത്തിക്കുന്നത്. അതിന് അതുപോലെ ഡീൽ ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ അത് ചെയ്യട്ടെ. കാരണം അത് ഒരു സൈഡ്. പിന്നെ രണ്ടാമത്തെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി വ്ളോഗ് എന്ന് പറയുമ്പോൾ അത് അവിടെ നമ്മൾ ഈ പൊതുവെ പറയുന്ന കേൾക്കാറില്ലേ, ബ്രദേഴ്സ് തമ്മിൽ ബിസിനസ് ഒന്നും ചെയ്യരുത്, അവിടെ അടി ഉണ്ടാവുന്നുള്ള പേടി. അതെ, അപ്പൊ അതേപോലെ തന്നെയാണ് ഈ ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലും. അവിടെ നമ്മളെല്ലാവരും ഇപ്പം അച്ഛനും അമ്മയും ഒരു ചേട്ടനും ഒരു അനിയത്തിയും ആണെന്ന് ഇരിക്കട്ടെ, അവിടെ നമ്മളാരും അങ്ങനെ പ്രത്യേകിച്ച് ബോണ്ടൊന്നും സൈൻ ചെയ്ത് ഞാൻ ഇത്ര നീ അത്ര എഫേർട്ട് ഇടുക, അതിന് നിനക്ക് ഇത്ര പ്രതിഫലമായിരിക്കും എന്നുള്ള ബോണ്ട് എഴുതുക അല്ലെങ്കിൽ എഗ്രിമെന്റ് ഒന്നും സൈൻ ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളാലെ ഒരു സാധനം വർക്ക് ചെയ്യും. ആദ്യം ഒന്നും ഇല്ലെങ്കിലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. ഞാൻ ഇത്ര എഫേർട്ട് ഇടുന്നുണ്ട് ആ ചാനലിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹൈപ്പിന് ഞാൻ ഇത്രത്തോളം എഫേർട്ട് ഇട്ടു, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിന്റെ ഒരു മെയിൻ റീസൺ ഞാനാണ് എന്നൊക്കെ അതിനകത്തുള്ള ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പർക്ക് ഫീൽ ചെയ്യാവുന്നതാണ്.
ചെയ്യാതിരിക്കില്ല എന്നൊന്നുമില്ല. അപ്പം പിന്നെ അതിന്റെ റവന്യൂ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇതിനെ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യാനോ ആ റവന്യൂവിനെ എന്താ പറയാ ബുദ്ധിപൂർവ്വം അതെ അതിനെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കണം ഒരു ഫാമിലി വ്ളോഗ് സക്സസ്ഫുൾ ആയി കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ. അത് മറ്റൊരു സൈഡ്. പിന്നത്തെ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ നമ്മളിപ്പോ പറഞ്ഞ പോലെ ഈ അടിപിടികളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എല്ലാത്തിനും നമ്മൾ ഓഡിയൻസിന്റെ അടുത്ത് ആൻസറബിൾ ആയിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു സൈഡ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഫാമിലിയിൽ നടക്കുന്നത് ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ ഞാനും എന്റെ ചേട്ടനും തമ്മിലൊരു തല്ലുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ പരസ്പരം സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ അച്ഛനോടും അമ്മേനോടും സംസാരിച്ചാൽ മതി. അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ആരും ബോധിപ്പിക്കേണ്ട ആവശ്യം, ആരും കൺവിൻസ് ചെയ്യേണ്ട ഒരു ആവശ്യകത അവിടെ വരുന്നില്ല. പക്ഷെ നമ്മളൊരു ഫാമിലി വ്ളോഗ് തുടങ്ങി ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇഷ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഫാമിലിയിൽ അവര് 4 പേരിൽ ഉണ്ടായ ഒരു പ്രശ്നം, അല്ലെങ്കിൽ അവര് 5 പേരിൽ ഇടയിൽ ഉണ്ടായ ഒരു പ്രശ്നത്തെ ഓഡിയൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ എന്താ പറയാ ആരൊക്കെ അത് കണ്ടിട്ടുണ്ടോ, എത്ര ലക്ഷം പേര് കണ്ടോ അത്രയും ലക്ഷം പേരോട് ഇവർ ആൻസറബിൾ ആണ്. അതായത് അവരെ കൺവിൻസ് ചെയ്തേ പറ്റുള്ളൂ. ഇനിയിപ്പോ ഇവരെ പുറത്തുനിന്ന് കാണുകയാണെന്നുണ്ടെങ്കിലും എന്തായി ഏതായി, അല്ലെങ്കിൽ ഇവർക്ക് അയക്കുന്ന മെസ്സേജുകൾ, മെയിലുകൾ, അങ്ങനെ പല സംവിധാനങ്ങളും ഉണ്ടല്ലോ കമ്മ്യൂണിക്കേഷൻ. അതിലൂടെയൊക്കെ അല്ലെങ്കിൽ അവർക്ക് ഇനിയും വീഡിയോ ചെയ്യണമെങ്കിൽ പോലും അവർ ഈ ഒരു പ്രശ്നം ഉണ്ടായത് വീഡിയോ എടുത്തു, പിന്നെ അത് കുറെ കാലത്തെ വീഡിയോ ഇല്ല, അത് കഴിഞ്ഞ് എല്ലാം ബാക്ക് ടു നോർമൽ ആയതിനു ശേഷമാണ്, അല്ലെങ്കിൽ പിന്നെ വീഡിയോയേ ഇല്ല. ആളുകൾക്ക് മുന്നിൽ അവർ ആൻസറബിൾ ആണ്, അവര് അതിന് നിർബന്ധിതരാണ് ആൻസർ ചെയ്യാനായിട്ട്, ആളുകളെ കൺവിൻസ് ചെയ്യാനായിട്ട് അവർ നിർബന്ധിതരാകുകയാണ്. ശരിക്കും അതിന്റെയും ഒരാവശ്യകത ചിന്തിച്ചു നോക്കുക. നമ്മൾ അങ്ങനെ ആവേണ്ടതുണ്ടോ എന്നുള്ളത് നമ്മുടെ കംഫർട്ട് സോണിൽ. എന്താ പറയുക, ഒരു ഘട്ടത്തിൽ ഇനി ഇവര് തമ്മിലുള്ള ഈ പ്രശ്നം പരിഹരിക്കപ്പെടുക എന്നിരിക്കട്ടെ, നമ്മളിപ്പോ വീട്ടിനുള്ളിൽ നടക്കുന്ന ഒരു പ്രശ്നമാണെങ്കിൽ ആകെ മൊത്തം 15 പേര് അറിയുമായിരിക്കും. ഇതിപ്പോ ഇത്രയും പേര് എന്താ പറയാ ഇതിനെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്ത് വന്നവരുണ്ട്, എതിർത്ത് വന്നവരുണ്ട്, രണ്ടുപേരും പക്ഷം പിടിച്ചവരുണ്ട്. ഇവര് രണ്ടുപേരും ചിലപ്പോൾ ഒന്നാവും കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പൊ ഈ പക്ഷം പിടിച്ചവരൊക്കെ എന്താവും? മണ്ടന്മാരാവും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പിന്നെ എങ്ങനെയാണ് ഇവർ ഈ വ്ളോഗിനെ കാണുക? അന്ന് ഇത്രയും ഇപ്പൊ ഇവരെല്ലാവരും പേഴ്സണലായി ലൈവ് വന്നവരുണ്ട് അതില്. അപ്പൊ ഇവര് പിന്നെ ഈ വ്ളോഗിനെ കാണുന്ന ഒരു രീതിയുണ്ട്, അതൊരു അഭിനയമായി മാറും. പിന്നെ അവർ ഇത്രത്തോളം ബിൽഡ് ചെയ്ത് വെച്ചാൽ അവരുടെ ഇമേജ് മൊത്തത്തിൽ തകർന്നു പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അത് റീബിൽഡ് ചെയ്യാൻ നമ്മള് ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ ആരും അറിയിക്കാതെ ഡീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇനി എങ്ങാനും അത് നമ്മുടെ ബന്ധുക്കളിൽ വരെ വേണമെങ്കിൽ അത് അറിയാം. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കും, ഒരു നാട് മൊത്തം ഇതിനെ കുറിച്ച് അറിഞ്ഞു, സംസാരിക്കുകയാണ്. അതെ, നമ്മൾ വരെ എവിടെയോ കിടക്കുന്ന അവരെ കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പൊ. അപ്പൊ ഇവര് പുറത്തിറങ്ങുന്ന സമയത്ത് ഒക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്രിയേറ്റ് ചെയ്തൊരു ഇമേജിന് കോട്ടം സംഭവിക്കുകയാണ്. നമ്മൾ ആളുകളെ ഫേസ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരികയാണ്. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ ഒരു ഫാമിലി വ്ളോഗ് ആവുന്ന സമയത്ത് അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഭയങ്കര വലിയ റെസ്പോൺസിബിലിറ്റീസ് ആയി മാറും. നമ്മൾ അത് ചെയ്തേ പറ്റുള്ളൂ. അല്ല, റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ തയ്യാറായവർക്ക് അത് ചെയ്യാം, അത് ചെയ്യരുത് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ സുജിത് ഭക്തനെയൊക്കെ പോലെ അദ്ദേഹത്തിന്റെ ഭാര്യ, കുഞ്ഞ്, പിന്നെ അനിയൻ, ഇത്രയും പേരുടെ കൂടെ ട്രാവൽ ചെയ്യുന്നതിന്റെ ഫാമിലി വ്ളോഗായിട്ട് ട്രാവൽ വ്ളോഗായിട്ട് ഒക്കെ ഇടുന്നുണ്ട്. ഇവരെല്ലാവരും ഇതിനകത്ത് പാർട്ടാണ്. ഭാര്യ പാർട്ടാണ്, കുട്ടി പാർട്ടാണ്, അനിയൻ പാർട്ടാണ്. അപ്പൊ ഇവരെയൊക്കെ അദ്ദേഹത്തിന് ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. വേറെ എന്തോരം ഫാമിലി വ്ളോഗുകൾ നമുക്ക് ഇപ്പൊ കാണാൻ പറ്റും. പക്ഷെ അവിടെ എന്റെ ഒരു പോയിന്റ് എന്താണെന്നറിയോ, ഈ വീട്ടില് അല്ലെങ്കിൽ ഈ വ്ളോഗേഴ്സിന് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് അത് പുറത്തു വന്നു. ഇങ്ങനെ പുറത്തു വരാതെ എത്ര ഫാമിലി വ്ളോഗുകൾ ഉണ്ടാവും? അതൊരു പോസിബിലിറ്റിയാണ്. നമുക്ക് എല്ലാതും നമ്മൾ കാണുന്നതല്ല സത്യം എന്നുള്ളതാണ്. ആ ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കുന്നത് എന്താണ്? ഇനി ക്യാമറയുടെ മുന്നിൽ എത്ര പേര് അഭിനയിക്കുന്നുണ്ട്? ഇപ്പൊ ഞാൻ അനുപമേനെ ഒരു വീഡിയോ എടുക്കാൻ, എന്താ പറയുക, റീൽ ചെയ്യാൻ വിളിക്കാം. ഞാൻ വിളിക്കുന്നത് കൊണ്ട് അനുപമയ്ക്ക് ചിലപ്പോൾ വരേണ്ടി വരും. മനസ്സിലായി? എന്നോട് നോ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം കൊണ്ട് ചിലപ്പോൾ അനുപമ ഒട്ടും ഓക്കെ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ ഞാൻ വിളിക്കുന്നത് കൊണ്ട് അനുപമ വന്നേ പറ്റത്തുള്ളൂ. കാരണം അത് നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ പ്രശ്നമാണ്. അപ്പൊ അതുപോലെ കോപ്പറേറ്റ് ചെയ്യേണ്ടവരുണ്ടാവും, അല്ലെങ്കിൽ അതുപോലെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് എന്താ പറയാ ഇത്തരത്തിൽ വ്ളോഗുകളിൽ പാർട്ടാവുന്നവരുണ്ടാവും. സോ അത് നമ്മള് എന്താ പറയാ അത് പുറത്തു വരുന്നില്ല, അത് ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ്. ഇനിയിപ്പോ ഈ പ്രശ്നം വന്നപ്പോ നമുക്ക് മലയാളികൾക്ക് ഒരു സ്വഭാവമുണ്ട്. ഇപ്പൊ ഒരു എന്താ പറയാ ഇപ്പൊ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരാൾ പരാതിയുമായി വന്നപ്പോൾ മറ്റേ അണക്കെട്ട് പൊട്ടിയ പോലെ ബാക്കിൽ മൊത്തം പരാതികൾ വന്ന പോലെ ചിലപ്പോൾ ഇനി സിമിലർ ഇൻസിഡൻസ് നമുക്ക് ഒരു എന്താ പറയാ ഫ്രീക്വന്റ് ആയിട്ട് കാണാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എന്താ പറയാ ഇവരുടെ റവന്യൂ കൂടുന്നത്. അതാണ് വേറൊരു പോയിന്റ്. ഇപ്പൊ നമ്മള് എന്താ ടർക്കിഷ് തർക്കം എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചപ്പോ അതിൽ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അടി ഉണ്ടാക്കുക അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ വ്യൂവേഴ്സ് അൾട്ടിമേറ്റ്ലി നമുക്കത് കൂടുതൽ ആൾക്കാർക്ക് അത് കാണാൻ വലിയ താല്പര്യം. പ്രത്യേകിച്ച് ഒരു കുടുംബത്തിലൊക്കെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ വലിയ താല്പര്യമാണ്. ഇത്ര അധികം പ്രസിദ്ധി ആർജിക്കുന്നത് ഒബ്വിയസ്ലി ഇതാണ് പോയിന്റ്, അവരുടെ സെല്ലിംഗ് പോയിന്റ് ഇതാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ വ്ളോഗേഴ്സും അതിനൊരു സെല്ലിംഗ് പോയിന്റ് ആയി യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ എന്താ പറയാ
ഇപ്പോ അനുപമ നേരത്തെ പറഞ്ഞ പോലെ ചില വ്ളോഗേഴ്സ് ഉണ്ട്, എന്താ പറയാ, അവര് സോഷ്യൽ കണ്ടന്റ് ഉണ്ടാക്കുന്നവരുണ്ട്. എന്നുവെച്ചാൽ ഫാമിലിയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പറയാതെ, ഇപ്പൊ ശ്രീകാന്ത് വെട്ടിയാരെ പോയുള്ള അവരുടെ അമ്മയുടെ കൂടെയും അല്ലെങ്കിൽ മാമന്റെ കൂടെയൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് പുള്ളി. പക്ഷെ അതില് അവരുടെ പ്രൈവസി കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗ്രീഷ്മ ബോസിന്റെ വീഡിയോകളിൽ ഗ്രീഷ്മ ബോസിന്റെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അവർക്ക് അവരുടേതായ പ്രൈവസി ഉണ്ട്. അങ്ങനെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാത്തത് റിസ്ക് എടുക്കാൻ തയ്യാറായവർ മാത്രം ചെയ്യുക. ഇത് എന്താ പറയാ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇതും ഒരു സൈഡാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരേ മൂഡായിരിക്കില്ല എല്ലാ ദിവസവും. നമ്മൾ ഈ എന്താ പറയാ റവന്യൂ നോക്കിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ചാനലിൽ ഒരു ഗ്രോത്ത് നോക്കിയിട്ട് നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ദിവസത്തിൽ ഇത്ര എണ്ണം വെച്ചിട്ട് ഒക്കെ വീഡിയോ ഇടാൻ തയ്യാറാവേണ്ടി വരും. അപ്പൊ അങ്ങനെയാവുന്ന സമയത്ത് ഫാമിലി വ്ളോഗ് ആവുമ്പോഴുള്ള പ്രശ്നമാണ് പറയുന്നത്. അങ്ങനെയാവുന്ന സമയത്ത് നമ്മളെല്ലാവരെയും കൺവിൻസ് ചെയ്ത് നമ്മൾ ഇവരെ സ്ക്രീനിന്റെ മുന്നിൽ കൊണ്ടുവരണം. നമുക്ക് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് എല്ലാവരും ആക്ട് ചെയ്യേണ്ടി വരും. കാര്യം എല്ലാവരും ഒരേ മൂഡല്ല. എല്ലാ ദിവസവും എല്ലാവരും ഒരേ മൂഡിലായിരിക്കണം എന്ന് എന്താണ് നിർബന്ധമുള്ളത്? നമ്മൾ ഈ കാണുന്ന ഓൺ സ്ക്രീനിൽ വരുന്ന ആ മൂഡാണ് അവർക്ക് അവരുടെ എന്താ പറയാ പേഴ്സണലി അവരതാണെന്ന് നമുക്കിപ്പോ പറയാൻ പറ്റും. എന്താണ് ഒരു ഉറപ്പുള്ളത്? നമ്മൾ ഈ ബിഗ് ബോസിലൊക്കെ പോലെ നമ്മൾ ഫേക്ക് ചെയ്യാൻ തുടങ്ങേണ്ടി വരും. ഒരു വീട്ടിനുള്ളിലുള്ള കഥകളാണ് ബിഗ് ബോസ് പറഞ്ഞു വെക്കുന്നത്. ആളുകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഫേക്ക് ചെയ്യേണ്ടി വരും. പിന്നെ നല്ലൊരു ഇമേജ് കിട്ടാൻ വേണ്ടി ഇപ്പൊ നമ്മളൊരു ഫാമിലി വ്ളോഗ് തുടങ്ങുകയാണെങ്കിൽ ഓഡിയൻസിന് അല്ലെങ്കിൽ എന്റെ പ്രേക്ഷകർക്ക് ഇഷ്ടം എന്നെ ആവണം എന്നുള്ളൊരു കോമ്പറ്റീഷൻ ഇവരുടെ ഇടയിൽ തന്നെ ഉണ്ടാവും. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്നവർക്ക് ചെയ്യാട്ടോ, ചെയ്യരുത് എന്നുള്ളതല്ല. പക്ഷെ ഇതൊക്കെ അതിന്റെ ഒരു വശങ്ങളാണ്, ചിന്തിച്ചു പോകേണ്ട സൈഡുകളാണ്. ഭാവിയിലെ സീരിയലുകളാകാം അതെ ഈ ഫാമിലി വ്ളോഗിങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ യൂത്ത് നമ്മളൊക്കെ ഇപ്പൊ പ്രൗഡ്ലി പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ സീരിയൽ കാണാറില്ല, എനിക്ക് സീരിയൽ ഇഷ്ടമല്ല, അത് അമ്മമാര് കാണുന്നതാണ്, അല്ലെങ്കിൽ മറ്റേ കുറച്ചും കൂടെ പ്രായമുള്ളവർ കാണുന്ന ഒരു സാധനമാണ് സീരിയൽ എന്താ വെറും കുശുമ്പും കുന്നായ്മയല്ലേ എന്നൊക്കെ നമ്മൾ പറയും. സീരിയലിന്റെ മറ്റൊരു വേർഷൻ മാത്രമാണ് ഫാമിലി വ്ളോഗ് എന്ന് പറയുന്നത് അല്ലേ? നമ്മളിപ്പോ യൂട്യൂബിന്റെ ട്രെൻഡിങ് ലിസ്റ്റ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡിങ് ലിസ്റ്റിന് മുകളിൽ നിൽക്കുന്നത് നമ്മൾ അത്രയും എഫോർട്ട് എടുത്ത് ചെയ്യുന്ന ഇന്റർവ്യൂസോ അല്ലെങ്കിൽ അത്രയും എഫോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്ററീസ്, ഷോർട്ട് ഫിലിംസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനേക്കാൾ എല്ലാം മുകളിൽ നിൽക്കുന്ന സംഭവങ്ങൾ ഇപ്പൊ ഡേ ഇൻ മൈ ലൈഫ്, നമ്മുടെ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ ഇട്ട വീഡിയോ ആയിരിക്കും. കാരണം അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാനാണ് ഒബ്വിയസ്ലി ഓഡിയൻസിന് താല്പര്യം. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കണ്ടന്റ് ജനറേറ്റ് ചെയ്യേണ്ടി വരിക എന്നുള്ളത് ആ കണ്ടന്റ് ക്രിയേറ്ററുടെ ഉത്തരവാദിത്തമായി മാറുന്നതാണ്. അപ്പൊ അതിന് നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. പക്ഷെ സ്വന്തം ജീവിതം സ്വയം പ്രൊട്ടക്ട് ചെയ്ത് അല്ലെങ്കിൽ സ്വന്തം പ്രൈവസിയെ മാനിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാമെന്ന് തോന്നുന്നു.